രഘുവും കൂടി അവിടെ ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ രഘു അമ്പിളിയും എങ്ങോട്ടോ പോയി. അവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുമായിരുന്നു. ഏതായാലും സ്വർണം പണയം വെച്ച് രഘുവേട്ടന് ആവശ്യമുള്ള പണം കൊടുക്കാമെന്ന് മാഷ് തീരുമാനിച്ചല്ലോ, അത് മതി. നേരത്തെ എന്താ മാഷ് ഇങ്ങനൊരു തീരുമാനം എടുക്കാതിരുന്നേ? ആ സ്വർണം തറവാട്ടിൽ നിന്ന് കിട്ടിയിട്ട് കുറെ നാളായില്ലേ? ഇടയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്ത കാര്യം അദ്ദേഹം തറവാട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കാരണവര് പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ പണയം വയ്ക്കരുതെന്ന് പറഞ്ഞു. കൂടാതെ ചീരുവും തേയും സ്വർണം 5 മക്കൾക്കും തുല്യമായിട്ട് ഭാഗം വെച്ച് കിട്ടണമെന്ന് വാശി പിടിച്ചു. ഇപ്പോ രഘുവിനെ അമ്പിളിനെയും സമാധാനിപ്പിക്കാൻ വേറൊരു വഴിയില്ലാത്തതുകൊണ്ടായിരിക്കും മക്കളുടെ എതിർപ്പും തറവാടിന്റെ വിലക്കുമൊക്കെ മറന്ന് അച്ഛൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. രഘുവേട്ടന്റെ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായി ഇന്ദ്രേട്ടൻ അവിടെ ചെന്ന കാര്യം മാഷ് രഘുവേട്ടനോട് പറയുമായിരിക്കും അല്ലേ? രഘുവേട്ടനും അമ്പിളി ചേച്ചിയും അതറിയണം. ഇല്ലെങ്കിൽ അവർ നമ്മളെയും കൂടി തെറ്റിദ്ധരിക്കും. ഇവര് രഘുവിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്? തുടക്കം മുതലേ ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. ഏട്ടൻ മാഷിന്റെ അടുത്ത് പോയ കാര്യം ഏട്ടത്തി അറിയണം. ഏട്ടത്തിയുടെ കൂടി ആഗ്രഹപ്രകാരമാണല്ലോ ഏട്ടനും നമ്മളും അങ്ങനൊരു തീരുമാനം എടുത്തത്. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് ഏട്ടത്തെ അന്വേഷിക്കാതിരിക്കില്ല. ഇന്നത്തെ ദിവസം ഞാനവിടെ ചെന്നത് അച്ഛന് വലിയ സന്തോഷവും സർപ്രൈസും ഒക്കെ ആയി. എല്ലാ ഫാദേഴ്സ് ഡേക്ക് ഞാൻ പോകുന്നതാണല്ലോ. പക്ഷേ ഇത്തവണ അവിടെ മക്കളാരും ഉണ്ടായിരുന്നില്ല. ഞാൻ ചെല്ലുവെന്ന് തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ. എന്നെ കണ്ടപ്പോൾ അച്ഛൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു, കുറേ സങ്കടങ്ങളും പറഞ്ഞു. കഷ്ടമാണ്. എത്ര സന്തോഷത്തോടെ ജീവിച്ച കുടുംബമാണ്. അച്ഛനും 5 പെൺമക്കളും ആ നാടിന് തന്നെ ഒരു മാതൃകയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും മാഷും മക്കളും തമ്മിൽ ഇങ്ങനെയാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതൊരു തുടക്കം മാത്രമാണടാ. ആനന്ദം മാഷും മക്കളും തമ്മി തല്ലി എന്നേക്കുമായി പിരിയുന്ന കാഴ്ച നീയൊക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഞാനറിയാതെ നീയൊക്കെ വീണ്ടും ആ കുടുംബത്തിനോട് കൂറ് കാണിച്ചു തുടങ്ങിയല്ലേ? നിങ്ങൾ എവിടം വരെ പോകുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ആനന്ദമാഷ പിടിച്ചു നിൽക്കാൻ തറവാട്ടിൽ നിന്ന് കിട്ടിയ സ്വർണം പൊട്ടിക്കാൻ പോവാണല്ലേ? ആദ്യം അതിനൊരാപ്പ് വെച്ചുകൊണ്ട് തുടങ്ങാം.